സോറി സീനല്ലേ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. ഈ പാർട്ട് 2 വാഴച്ചാൽ ടു വാൽപ്പാറ എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഇനി ആർക്കും മനസ്സിലായില്ല, എന്തായാലും ശ്രുതിക്കും ജോബിനും മനസ്സിലായി കാണും. ഇത് നമ്മുടെ ആതിരപ്പള്ളി ടു വാൽപ്പാറ ആ ട്രിപ്പിൻ്റെ ബാക്കി പത്രമാണെന്നുള്ളത്. ഈ കാണുന്നതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. നമുക്ക് താഴെ ആതിരപ്പള്ളിയിൽ നിന്ന് തരുന്ന ആ ഒരു ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ കൊടുക്കണം. അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് ഒരെണ്ണം, അത് നമ്മൾ ആതിരപ്പള്ളിയിൽ കൊടുക്കുകയും വേണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഓക്കെ. പിന്നെ ഇനി കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഇപ്പോൾ ഒന്നും എടുത്ത വീഡിയോ അല്ല. വീഡിയോ കാണുന്ന വളരെ ചുരുക്കം ചിലർക്ക് എങ്കിലും മനസ്സിലായി കാണും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ട് കുറച്ചധികമായി. സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് വീക്ക്, അതായത് അത് ഇട്ടതിൻ്റെ അടുത്ത ആഴ്ചയെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. കാരണം വീഡിയോ ടു ലോങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് 2 പാർട്ടാക്കിയത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളൊന്നുമില്ല. ഫസ്റ്റ് റീസൺ എൻ്റെ മടിയാണ്. മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാനുള്ള മടിയല്ല കേട്ടോ. എനിക്ക് ഈ വോയിസ് ഓവർ ചെയ്യാനുള്ള, അതായത് ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. അത് മുന്നത്തെയൊക്കെ ഇപ്പം വലിയ സംഭവമാണെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം പിന്നെയും ബെറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അന്നൊന്നും തീരെ ഇടാനുള്ള ആ ഒരു എങ്ങനെ പറയും, എന്ത് പറയും, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് സംസാരിക്കും, ആ ഒരു സാധനമായിരുന്നു. ഇപ്പം അത് കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എന്നും പറഞ്ഞ് സെറ്റപ്പ് സൂപ്പറായി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റിൽ ബെറ്റർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മൾ ഈ ട്രിപ്പ് പോണ തന്നെ മെയിൻ നമ്മുടെ അജണ്ട എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇടണം, കണ്ടന്റ് വേണം. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്തായാലും ട്രിപ്പ് പോവല്ലേ, അപ്പം നമ്മുടെ ഈ ചൂടത്തുനിന്നൊക്കെ മാറി ഇത്തിരി സുഖം കിട്ടുന്ന രീതിയിലുള്ള ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തത് അങ്ങനെയാണ്. ആൻഡ് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തത് ഒന്ന് നമ്മുടെ ഡോട്ട് ബീൻ ആ ചേട്ടനും, പിന്നെ പിക്കോളിൽ നിന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നേ. അതിലൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല, പോയ സമയം തെറ്റിപ്പോയെന്നറിയില്ല. എറണാകുളത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചെന്നപ്പം വേണ്ടടാ, ആ ആതിരപ്പള്ളി ടു വാഴച്ചാൽ ഫോറസ്റ്റ് ആ ഒരു ഏരിയ മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ പ്രതീക്ഷയിൽ സാധനം. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒടുക്കത്തെ വെയിലും മറ്റേ വരൾച്ച എന്ന് ഞാൻ പറയുന്നില്ല, തേയിലയൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. വിജനമായ വഴിയും, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനേ തോന്നത്തില്ല. ആൻഡ് ഇവിടെ നമ്മളൊരു സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കഴിക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്ന് വലഞ്ഞ് ഒരു വഴിയായിട്ടാണ് നമ്മൾ കഴിക്കാൻ നിർത്തിയത്. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്ത, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഇനി അത്രയും വിശന്നിരുന്നോണ്ടാണോന്ന് അറിയില്ല, ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇഡ്ഡലിയും ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശ വലിയ ഗുണമില്ലായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എൻ്റെ പൊന്നോ പറയുമ്പോൾ ഇന്നും എൻ്റെ വായിൽ വെള്ളം വരും. അത്രയും എന്തായാലും 2-2.5 മാസമായി സ്റ്റിൽ ഇപ്പോഴും അത് നോക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരും. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡും കഴിച്ച് മറ്റു കുരങ്ങന്മാരൊക്കെ അതിൻ്റെ മണ്ണിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ കുരങ്ങന്മാരെന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത്, എനിക്ക് ഈ പറഞ്ഞ ഈ 2 ചാനൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് മറ്റേ ലങ്കൂർ അങ്ങനത്തെ നിങ്ങൾക്ക് ഓരോ കുരങ്ങന്മാർ ഓരോ ഇത് കാറ്റഗറൈസ് ചെയ്ത് ഓരോ സ്പീഷീസ് പറയുമല്ലോ, അങ്ങനെ എനിക്ക് കുരങ്ങൻ, എല്ലാം കുരങ്ങൻ, കരിങ്കുരങ്ങൻ, സാധാ കുരങ്ങൻ, ഇത്രേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ സാധനമുണ്ട് കണ്ട്, ഷോളയാർ ഡാം പാർക്കിലൊന്നും പിന്നെ ഇറങ്ങാനും കയറാനുമുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു ആ ചൂടിൽ, അതാണ് സത്യം. ഓക്കെ. പക്ഷെ നമ്മൾ മേളിൽ കയറിയിട്ടേ അവിടെ കയറുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഡാമിൻ്റെ ആ ഒരു മേളിലത്തെ പോർഷനിലെത്തുമ്പോൾ അവിടെ നമ്മൾ കയറുന്നുണ്ട്. അധികം നേരം നിന്നൊന്നുമില്ല, കാരണം അമ്മാതിരി പൊരിഞ്ഞ ചൂടും വെയിലുമായിരുന്നു. കുറച്ച് നേരം നിന്ന് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെയാണ് നമ്മൾ നിർത്തി. ആൻഡ് ഇതാണ് ഡാമിൻ്റെ കണ്ട ഷോളയാർ ഡാമിൻ്റെ എൻട്രൻസ്. നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റും റൈറ്റും കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം എത്രത്തോളം നാക്കടക്ക സ്ലിപ്പാവും. അതൊന്ന് ഇതാക്കുക. വെള്ളം എത്രത്തോളം താഴെയാണെന്നും അപ്പം അത് എന്തോരം ചൂടാണെന്നും നിങ്ങൾക്കിത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊരിഞ്ഞ വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ഭയങ്കര ദാരുണമായ വെയിലായിരുന്നു. ചൂടെന്നൊക്കെ പറഞ്ഞാൽ സീരിയസ്ലി വിചാരിച്ചു പണ്ടാരും എറണാകുളത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇതാ ഒരു ഇത്തിരി കാട് ഭാഗത്ത് മാത്രം നല്ല സുഖമായിട്ട് കാറ്റും തണുപ്പൊക്കെ കിട്ടി മുകളിലൊക്കെ പൊരിഞ്ഞ വെയിലും.
കണ്ടോ? ദേ ഇതാണ് ഞാൻ പറഞ്ഞത്. വെള്ളം എത്ര താഴെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത്രയും ചൂടും വരൾച്ചയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തണുപ്പും മറ്റേ പച്ചപ്പും ഹരിതാപും ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ട് കെട്ടിപ്പറക്കി പോയത്. പിന്നെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, ചാറ്റ് ജിപിറ്റിയോട് എപ്പോൾ ചോദിച്ചാലും പുള്ളിക്കാരി പറയും, നിങ്ങൾ ഈ സ്ഥലങ്ങൾ മാത്രം കാണിക്കല്ലേ, സ്ഥലങ്ങൾ മാത്രം കാണിക്കല്ലേ, ആൾക്കാരെയും കൂടി കാണിക്കുകയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കണം എന്ന് വിചാരിച്ച് കാണിച്ചതാണ്. ഓക്കെ. അപ്പൊ അവിടുന്ന് അങ്ങനെ ഒന്ന് രണ്ട് പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രഹസനം എന്നുള്ള സാധനം എനിക്ക് നമ്മുടെ തനിമലയാളി ഐശ്വര്യയില്ലേ, അവിടുന്ന് കിട്ടിയതാട്ടോ. പുള്ളിക്കാരിയുടെ വീഡിയോസ് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ കാണാറുണ്ട്. പുള്ളിക്കാരിയുടെ നിന്ന് കിട്ടിയതാണ് ഈ പ്രഹസനം എന്നുള്ള ഐറ്റം. ഓക്കെ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മുടെ ട്രിപ്പ്. യാ, ഇത് കണ്ടോ, ഈ പൊരിഞ്ഞ വെയിലാണെങ്കിൽ പോലും അപ്പറയും ഇപ്പറയും ഒക്കെയുള്ള കുന്നിലൊക്കെ തേയിലയൊക്കെ നല്ല 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 പച്ചപ്പിൽ നല്ല പൂത്തുലഞ്ഞ നിൽക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ചൂട് അങ്ങേയറ്റത്തായിരുന്നെങ്കിൽ പോലും നമുക്ക് ഈ ഗ്രീൻ, ആ ഒരു ഗ്രീൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം, മനസ്സിന് കിട്ടുന്ന ഒരു സുഖം, ഈ പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ്, അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതിലൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എക്സെപ്റ്റ് ഈ ഒരു ചൂട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു ഇൻ ദ സെൻസ്, ആ ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് എന്തായാലും കിട്ടി. നമ്മൾ ഈ ഗ്രീനറി, നമ്മൾ ഈ ഹിൽ സ്റ്റേഷൻ ഗ്രീനറി ഒക്കെ തേടി പോകുമ്പം നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്താണ് ചെല്ലുന്നത്, അതിൽ നിന്ന് ആ ഒരു ക്ലൈമറ്റ് അഥവാ തണുപ്പിന് പകരം ചൂടായിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മെന്റലി നമുക്ക് റിലാക്സ്ഡ് ആവാനുള്ള കാഴ്ചകളുണ്ടായിരുന്നു. വെച്ചാൽ ഗ്രീനറി അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൽ ഒന്ന് ഇതിപ്പം കുറച്ച് പഴയ വീഡിയോ ആയിപ്പോയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല ഇതിന് വേണ്ടി കാണിക്കാൻ, അതായത് ട്രാവൽ വ്ളോഗായിട്ട് കാണിക്കാനും വേണ്ടി ഇതിലൊന്നുമില്ല. പക്ഷെ നമ്മൾ പോയത് നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഡോട്ട് ഗ്രീൻ അല്ലെങ്കിൽ പിക്കോളിൻ, അവരുടെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പക്ക പ്രൊഫഷണൽ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവരാണ്. അവർക്ക് അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളും അത്രയും എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുന്നവരാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം അതിനു വേണ്ടിയുള്ള ആക്സസറീസ് ഇല്ല. അപ്പോൾ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ മാക്സിമം ഇട്ടിട്ട് എടുത്തതാണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കരിങ്കുരങ്ങൻ ഇത്ര ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് മറ്റേ എക്സ്ക്യൂസ് മീ, മറ്റേ നീലഗിരി ലംബൂർ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത്. അവരൊക്കെ ആണെങ്കിൽ ഓരോ കരിമീൻ, ഓരോ പക്ഷികളെയും ഓരോ സ്പീഷീസൊക്കെ അതൊക്കെ കാണിച്ച് അതിൻ്റെ പേരൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓഹോ ഇതിനെ എങ്ങനെയായിരുന്നല്ലേ പറയുക, ആ ഒരു സാധനം വരുന്നത്. അതൊന്നും അതൊന്നും ചെയ്യാനും വേണ്ടിയുള്ള ആക്സസറീസ് നമ്മുടെ കയ്യിലില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ സമയം തെറ്റിപ്പോയിട്ടാകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പോയ സമയം നമ്മൾ ശരിയായ സമയത്തല്ല പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. കുറച്ചും കൂടി വെള്ളവും വാട്ടർഫോൾസും കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട്, ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട് ഉണ്ടാവും എന്നെനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പം ഈ വീഡിയോ ഇപ്പം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഡെസ്പാവണ്ട. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഇപ്പം നല്ല അടിപൊളിയായിരിക്കും. മഴയൊക്കെ ആയില്ലേ, അപ്പം നല്ല അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ ഇപ്പം കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോളൂ, ഇത് നോക്കണ്ട. പിന്നെ ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ വീഡിയോ, അപ്പാർട്ട് ഫ്രം ദീസ്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്, യൂട്യൂബ് ആൻഡ് ഐ മീൻ യൂട്യൂബ് അല്ല, ഈ ഒരു ട്രാവൽ കണ്ടന്റ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിലെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനും വേണ്ടിയില്ല. പിന്നെ എനിക്ക് ഇതിപ്പം അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ഇടാനോ ലൈവ് ആയിട്ട് സംസാരിക്കാനോ അതിനും വേണ്ടിയൊന്നും ഞാൻ എക്സ്പേർട്ട് ആയിട്ടുമില്ല, അതിനുള്ള കോൺഫിഡൻസ് വന്നിട്ടുമില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കിതിൽ കിട്ടിയ സ്പേസാണ്. കാരണം എനിക്കിതിൽ കൂടുതലായിട്ട് വിവരിക്കാനും വേണ്ടി ഒന്നുമില്ല. അപ്പം നമുക്കല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു 6 months ആയി. സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര സ്ലോ എന്ന് വെച്ചാൽ ലിറ്ററലി ഭയങ്കര 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 സ്ലോ ആണ്. മോർ ഓവർ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഷോർട്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് അതും ഭയങ്കര ഡൗൺ ആണ്. ഭയങ്കര ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇത്രയും പോലും ആരെങ്കിലും കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കേട്ടാലല്ലേ ഞാൻ ഈ പറയുന്നത് പോലും നിങ്ങൾ അറിയുള്ളൂ.
ഒരാളും വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ അതായത് വീഡിയോ കാ വ്യൂ ഐ മീൻ നമ്മൾ കാണിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അല്ല ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അതല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നണ ഒന്നും നമ്മൾ കാണിക്കുക. അത് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഒരു കാറ്റഗറിയോടാണ് താല്പര്യമെന്ന് അറ്റ്ലീസ്റ്റ് ബൈ കമന്റ് എങ്കിലും നിങ്ങളൊന്ന് നമ്മളെ ആയിരിക്കും. ഇൻഫോം ചെയ്ത് അല്ലെങ്കിൽ ഇൻഫോം അല്ല അറിയിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ തൊട്ട് മുന്നേ നമ്മൾ ചായ കുടിച്ച സ്ഥലം, അതും എനിക്ക് തോന്നുന്നുള്ള ആർക്കെങ്കിലും അറിയായിരിക്കും. നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നമ്മുടെ സെലിബ്രിറ്റി പറഞ്ഞ് ഇത് മറ്റേ ഏത് ഉയരം കൂടുന്തോറും തേയിലയ്ക്ക് സ്വാദേറും ആ സാധനം അത് അവിടെ നിന്നായിരുന്നേ. ആൻഡ് അവിടുന്ന് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടതാണ് ദേ ഈ ചേട്ടൻ ഈ തേയില എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. നമ്മളീ പോകുമ്പോൾ ദൂരത്തുനിന്ന് മലമണ്ടയ്ക്കൊക്കെ മറ്റേ ചേച്ചിമാർ നുള്ളിയിടുന്നത് കാണുന്നുണ്ടെന്നാണെങ്കിലും ഇതിങ്ങനെ എൻ്റെ പൊന്നു മക്കളെ ഇത് അടുത്തുനിന്ന് നല്ല സൗണ്ട് ഉള്ള ഒരു പ്രോസസ് ആടാ. സീരിയസ്ലി ഭയങ്കര ടക്ക് 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 സൗണ്ട് അടിക്കൂടാ ഇതിന്. ആൻഡ് എന്തായാലും അവിടെ നിർത്തിയതല്ലേന്ന് വിചാരിച്ച് ലേശം ഏത് നമ്മൾ ഈ പാട്ടുകളിലൊക്കെ കാണുന്നത് പോലെ തേയിലയുടെ ഇടയിൽ കൂടി ഇങ്ങനെ തേയിലയൊക്കെ തലോടി, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. വന്നത് വേറെ എന്തോ ആണെന്ന് മനസ്സിലായി. അതുപോലെ ഈ ഒരു സ്പോട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ദേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. കുന്നിന്റെ പാതി വെയില് പാതി തണല്, പിന്നെയും പാതി വെയില് പിന്നെയും പാതി തണല്. അതൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രതിഭാസം എന്നല്ലേ പറയാ, ആ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചുമ്മാ അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് എനിക്ക് പോയാലും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു, നല്ലൊരു സ്പോട്ട്. പിന്നെ ദേ ഈ പുള്ളിക്കാരൻ എൻ്റെ പൊന്നോ, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വരുമ്പോഴേ ഇത് സത്യമായിട്ടും ഒരു ഇതുപോലും സൂം ചെയ്യാതെ നമ്മളെടുത്ത വീഡിയോ ആണിത്. നമ്മൾ ഈ നിൽക്കുന്ന റോട്ടിൽ നിന്ന് ഈ 2 തേയിലയുടെ ചെടി കഴിഞ്ഞ് തന്നെ ഒരു ചെറിയ തോടുണ്ട്. ആ തോടിന്റെ അപ്പുറത്താണ് ഈ പുള്ളി കിടക്കുന്നത്. അത്രയും ക്ലോസിലാണ് ഈ പുള്ളി കിടക്കുന്നത്. ഇതാണ് വർത്ത് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ ഇനി നമ്മൾ ഇതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി. ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. എൻ്റെ പൊന്നു മക്കളെ, ഒരു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആ കടയിൽ കയറരുത്. ഒന്നാമത് ഒടുക്കത്തെ കൊള്ളാന്ന് പറഞ്ഞാൽ പണിക്കാരൻ ഒരു റേറ്റ് പറയുന്നു, ഓണർ വേറൊരു റേറ്റ് പറയുന്നു. ആൻഡ് വായിൽ വെക്കാൻ ഇവിടെ കൊള്ളത്തില്ല. ഉണ്ട് വിശന്നിരുന്നുകൊണ്ട് മെയിൻ കഴിച്ചു സ്പോട്ട്. പോയതാണ്. അപ്പം അത്രേ ഉള്ളൂ. പറഞ്ഞ പോലെ വീഡിയോസ് കാണുന്നവരൊന്ന് ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.